കഴിഞ്ഞ 25 ദിവസത്തെ പ്രചാരണത്തിലൊന്നും ഉയർന്നു കേൾക്കാത്ത ഒരു ആരോപണം ഇന്ന് ഉയർന്നു കേട്ടിരിക്കുകയാണ്. കേരളത്തെ തകർത്ത പ്രളയം ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും മലയാളിക്ക്? അത് മനുഷ്യ നിർമ്മിതമായിരുന്നു എന്ന ആരോപണമായിട്ടാണ് മാത്യു കുഴൽനാടൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു ഈ നമ്മൾ കണ്ട പ്രളയം എന്നാണ് മാത്യു കുഴൽനാടൻ്റെ പക്ഷം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടാണ് ഈ ആരോപണം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ആദ്യം നമുക്ക് ആ ശബ്ദരേഖയൊന്ന് കേൾക്കാം. നമ്മൾ അങ്ങനെയല്ല, നമ്മളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ഫ്രണ്ടിലേക്ക് വേറെ ഇല്ലേ, അത് പറയാം. ഞാനത് അതൊന്നും പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതെ 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കാമെന്ന് ആവശ്യപ്പെട്ട് തുറക്കേണ്ടതാണ്. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാറെടുത്തിരിക്കുന്നത് മയരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടേഴ്സാണ്. അവര് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവൻ ഒന്നും ചെയ്യാതെ അത് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി കിട്ടും. 5 കോടി വിൽക്കും, 300 കോടി കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്ന ജോസിന്റെ പെങ്ങളും മാധ്യൂട്ടിയും കൂടി ഇന്ന് ആലോചിച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത്. അഴിമതി നടന്നു. അതിന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്, ഇനി അങ്ങനെ പുണ്യവാനൊന്നും വേണ്ടാവേ. മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് പാപ്പയുടെ മുകളിൽ, അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 എൽപിയുടെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലും കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്, കാർബണാണ്. ഒന്ന്. വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കുന്നതിന്റെ പെട്രോൾ പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെ ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ച പോർഷൻ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചു. ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിൽ എന്തായിരിക്കും? ഒരു മരം വന്ന് പുഴഞ്ഞ കൂടി ക്രോസ് ആയി കഴിഞ്ഞു. അത് ഭരിക്കാൻ പറ്റാനായി. അപ്പോ അവരെത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടേ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കള്ളി എം പി. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുക്കും. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പ്രൈവറ്റ് കമ്പനി. എന്നിട്ട് വെള്ളമായിട്ട് ഓവറായി വന്നപ്പോ അടിയിലെ സ്വീസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നിശ്ചയം കാരണം. ഇത് അടിയിലെ സ്വീസ് തുറന്നുകൊണ്ടാണ് ചെളി കയറി. എനിക്ക് സ്വീസ് തുറക്കാറില്ല. അങ്ങനെ തെറ്റിച്ചു ഇവര്. അത് കാർബണേറ്റിൽ നിന്ന് കാശാക്കി. മൂന്നാമത്തെ കേസ് പറമ്പിക്കുളം തൂണക്കാവ് ശിവയാണ്. നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അതിലുമാണ്. തമിഴ്നാട്ടിൽ പോലും നമ്മൾ നമ്മളാണ് ജോഷിയാണ് ചെയർമാൻ. വെള്ളം ഇപ്പൊ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് പറഞ്ഞ കാര്യങ്ങൾ നാളിതുവരെ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ളതും പൂർണ്ണ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പോരാട്ടം ഞാൻ വീണ്ടും തുടരും. നന്ദി. ബസ് 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 നോ അതൊക്കെ അവർ പറയട്ടെ. ബാക്കി നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്യും. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ദിസ് ഇസ് ഇനഫ്. അല്ല, പ്രഭാതസ് പുള്ളി നാഷണൽ ജനതാദളിൻ്റെ സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്. ഇത് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടെ വോയിസ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് വൗച്ച് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥി ജനത മുതൽ ഒന്നിച്ച് പ്രവർത്തിച്ച ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ഓൺ ചെയ്യാനും വൗച്ച് ചെയ്യാനും ഇത് 100% കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ സംസാരിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഞാൻ കൂടെ ഇരുത്തിയെന്ന് മാത്രം. ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയും. ഇത് മാത്യു ടി തോമസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പ്രളയത്തിന് ശേഷം പിന്നെ എന്തായാലും കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതൊരു വലിയ ആരോപണം ആയിട്ടാണ് ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കുറച്ച് അധികം ചർച്ച ചെയ്യപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കലാശ ദിനം ഇത്തരമൊരു വലിയ
അന്ന് തന്നെ ശരിക്കും ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണോ എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമായി കേരളത്തിൽ നടന്നു. എന്നാൽ അതേക്കുറിച്ച് കാര്യമായ ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അതേസമയം ഈ മഹാപ്രളയത്തിൻ്റെ ഈ കാലം ഒരിക്കലും മലയാളി മറന്നു പോകില്ല. നമ്മുടെ ഈ കോവിഡ് കാലം നമുക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പ്രളയത്തിൻ്റെ കാലവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്ര കൂടുതൽ ദുരിതങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സാധനമായിരുന്നു അന്നത്തെ പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ. എന്തായാലും മാത്യു കുഴൽനാടൻ വലിയൊരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ആരോപണങ്ങൾ ഈ ശബ്ദ ഓഡിയോ പുറത്തുവിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആരോപണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവിടുമെന്ന രീതിയിലാണ് മാത്യു കുഴൽനാടൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. ഈ ശബ്ദരേഖ ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ബിപിൻ സി വിജയൻ, എന്താണ് ഇത്തരമൊരു ശബ്ദരേഖ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തുവിടാൻ കാരണം? മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥിയും ഒപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മാത്യു കുഴൽനാടൻ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് ഒരു പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു, അല്ലെങ്കിൽ സർക്കാർ അതിന്റെ ആഘാതം കൂട്ടി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഒരു ശബ്ദരേഖ അദ്ദേഹം ഇന്ന് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. അത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രളയത്തിന്റെ ആഘാതം കൂട്ടിയത് ചില തീരുമാനങ്ങളായിരുന്നു. അത് ഒരു ഡാം മാനേജ്മെന്റിന്റെ ചെറിയ വീഴ്ച എന്നതിനപ്പുറം കൃത്യമായ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ശബ്ദരേഖയിലൂടെ സ്ഥാപിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഈ കെ കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസിനെതിരെ അതിൽ പറയുന്നുണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ ഈ പ്രളയത്തിന്റെ സമയത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ പ്രതിസന്ധി ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അത് തുറക്കാൻ വൈകിയത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ്, മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഈ ശബ്ദരേഖയിൽ പറയുന്നു. ഒപ്പം തന്നെ അപ്പോൾ ഇതിൽ വലിയൊരു അഴിമതി, അതായത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ നേതാക്കൾ ഇത് വിശദീകരിക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് പറയുന്നത്. ജനതാദളിന്റെ തന്നെ ഒപ്പം പ്രഭാത് എന്നുള്ള ആളെ കൂടി ഒപ്പം ഇരുത്തിക്കൊണ്ടായിരുന്നു മാത്യു കുഴൽനാടന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഇനി താൻ ഈ പോരാട്ടങ്ങൾ, അഴിമതിക്കെതിരെ പോരാട്ടങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഇന്നോവ ഒഴിച്ച് മറ്റെല്ലാം തനിക്കെതിരെ വരികയാണ്. കോടിക്കണക്കിന് സ്വത്തുക്കൾ ഈ CPMന്റെ നേതാക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, LDFന്റെ നേതാക്കൾ ഉണ്ടാക്കുന്നു. അത് ഈ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രളയം അത് ഒരു മനുഷ്യനിർമ്മിതമായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കുക കൂടിയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ചെയ്തിരിക്കുന്നത്. ഈ കലാശക്കൊട്ട് ദിവസം രാവിലെ വലിയ ഒരു വാർത്ത തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി നൽകിയത്. എന്തായാലും ജലവിഭവ വകുപ്പ് മന്ത്രി ആയിരുന്ന കെ കൃഷ്ണൻകുട്ടിയെതിരെയാണ് മാത്യു കുഴൽനാടൻ MLA ഈ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.